ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാവൈസ് ആണ്. യെസ്, നമ്മുടെ 7th CBSE പൊളിറ്റിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് എന്ത്? യെസ്, മാർക്കറ്റ് അറൌണ്ട് അസ്ലെ. നമുക്കറിയാം, നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് മാർക്കറ്റ് പോയിട്ടല്ലേ. ഈവൻ എന്താണ്, ഒരു ചെറിയ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഒക്കെ പറയില്ലേ. അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ എവിടുന്ന വാങ്ങുന്നത്? മാർക്കറ്റ്സ് അല്ലെ, മാർക്കറ്റുകളിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലെ. അപ്പൊ അതും ചിലപ്പം ഷോപ്പിംഗ് മാൾ ആവാം, അല്ലെങ്കിൽ വീക്ക്ലി മാർക്കറ്റ് ആവാം അല്ലെ, അല്ലെങ്കിൽ എന്താണ്, യെസ്, നമ്മുടെ അടുത്തടുത്തുള്ള വീടിന്റെ അടുത്തുള്ള ഷോപ്പുകള്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ലേ. ഈവൻ എന്താണ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പ്, കമ്മല്, ഫുഡ് എല്ലാം എന്താണ് നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണല്ലേ. അപ്പൊ അതിലൊന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് എന്ത് മക്കളെ? യെസ്, ഒന്നാണ് എന്ത്? നൈബർഹുഡ് ഷോപ്പ്. അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള അല്ലെ, നമുക്കറിയാവുന്ന കടകളാണ് എന്ത്? നൈബർഹുഡ് ഷോപ്പ് എന്ന് പറയുന്നത് അല്ലെ. നിയർ അവർ ഹോം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ വീടിന് അടുത്തായിരിക്കും അല്ലെ. ഇവിടുത്തെ നമ്മുടെ വീടിന് തൊട്ടടുത്തായിരിക്കും, നമുക്ക് പരിചയമുള്ള ഷോപ്പായിരിക്കും. വി ക്യാൻ ഗോ ദ ഓർ എനി ഡേ ഓഫ് ദ വീക്ക്. നമുക്ക് എന്താണ്, ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസമോ നമുക്ക് എപ്പോ വേണമെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എന്ത്? നൈബർഹുഡ് ഷോപ്പ് അല്ലെ, നമ്മുടെ അയൽപക്ക കടകൾ എന്നൊക്കെ പറയുന്നത് അല്ലെ. നമുക്ക് നേരിട്ട് അറിയാവുന്ന ഷോപ്പാണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും പോകാം, നമ്മുടെ അടുത്തുള്ള ഷോപ്പാണ്. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത. പിന്നെയോ, ബയർ ആൻഡ് സെല്ലർ നോ ഈച്ച് അതർ. അവിടെ വാങ്ങാൻ പോകുന്ന ആൾക്കും അവിടെ വിൽക്കുന്ന ആൾക്കും എന്താണ്, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓക്കെ, ഇവർക്ക് രണ്ടാൾക്കും പരസ്പരം അറിയാം. ഇതിന്റെ പ്രത്യേകതയാണ് എന്താണ്? ബയർ ആൻഡ് സെല്ലർ നോ ഈച്ച് അതർ ആൻഡ് ദീസ് ഷോപ്പ് ഓൾസോ പ്രൊവൈഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഇപ്പൊ എന്താണ്, യെസ്, ബയർക്കും എന്താണ്, സെല്ലർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, എന്തെങ്കിലും അവർക്ക് കടമായിട്ടൊക്കെ എന്താണ് സാധനങ്ങൾ കൊടുക്കൂലേ. പൈസ തരാം, പിന്നെ തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യുന്നതാണ്. അത് സമ്മതിക്കുകയും ചെയ്യും അല്ലെ. അത് സെല്ലർ എന്താണ്, സമ്മതിക്കുകയും ചെയ്യില്ലേ. അപ്പൊ എന്താണ്, അവിടെ ബയറും സെല്ലറും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, നല്ല കമ്പനിയൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഇവർക്ക് എന്താണ്, ക്രെഡിറ്റ് അല്ലെ, അതായത് കടമായിട്ട് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതൊരു പ്രത്യേകതയാണ്. പിന്നെയോ, യു ക്യാൻ ബൈ ഫോർ ദ പർച്ചേസ് ലേറ്റർ. നമുക്ക് എന്താണ്, പിന്നെ അത് വീണ്ടും എന്താണ്, സാധനം കൊടുത്ത് പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒക്കെ എന്താണ്, അപ്പൊ അയൽപക്ക കടകളുടെ പ്രത്യേകത അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്താണ്, ഈ അയൽപക്ക കടകളാണല്ലേ, നൈബർഹുഡ് ഷോപ്പുകളെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് അല്ലെ. ഇപ്പോ ബയറും സെല്ലറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം. പിന്നെയോ, നമ്മുടെ വീടിന്റെ അടുത്തുമായിരിക്കും യെസ്, എപ്പോ വേണമെങ്കിലും നമുക്ക് പോയി സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം അല്ലെ. അപ്പോൾ നമ്മൾ മാർക്കറ്റ്സിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? നൈബർഹുഡ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീക്ക്ലി മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ആഴ്ചയ്ക്ക് ഒരു ദിവസം മാത്രമാണ് എന്ത്, വീക്ക്ലി മാർക്കറ്റ് പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ നൈബർഹുഡ് ഷോപ്പ് എന്താണ്, യെസ്, എല്ലാ ദിവസവും ഉണ്ടാവും, നമുക്ക് അറിയുന്ന കടയായിരിക്കും, അടുത്തായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, കടക്കാരനും പിന്നെ വാങ്ങുന്ന ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം, ക്രെഡിറ്റ് ആയിട്ട് എന്താണ് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് എന്താ നൈബർഹുഡ് ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.